ഭിന്നശേഷി മേഖലയിൽ രാജ്യത്തിന്റെ പരമോന്നത അവാർഡായ സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം ലഭിച്ച ആദിത്യ സുരേഷിന് അക്കോക് സംസ്ഥാന കമ്മിറ്റി ആദരവ് നൽകി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TS താഹ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം മിസ്പ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷി മേഖലയിൽ രാജ്യത്തിന്റെ പരമോന്നത അവാർഡായ സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം നേടിയ ആദിത്യ സുരേഷിനെ ACCOK സംസ്ഥാന കമ്മിറ്റി ആദരിച്ചു. കായംകുളം മിസ്പ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി അബി ഹരിപ്പാട് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TS താഹ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റെല്ലാ ശേഷിയുള്ള ആളുകളോടൊപ്പം അവരെ മുൻനിരയിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടലാണ് ആവശ്യം. അതിനുവേണ്ടിയുള്ള സൗകര്യമൊരുക്കലാണ് ആവശ്യം. സമൂഹം അതാണ് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ മേഖലയിൽ നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ സർക്കാരും എല്ലാവരും ചേർന്ന് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ചില അവകാശങ്ങളുണ്ടെന്നും അവർക്ക് പരിഗണന കൊടുക്കേണ്ടവരാണെന്നും അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടവരാണെന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ലോകത്തിൽ വ്യാപകമായി വരികയാണ്. അതിന് നമ്മുടെ സമൂഹം അക്കാര്യത്തിൽ എല്ലാത്തരം പിന്തുണയും പ്രഖ്യാപിക്കുന്നു. യാതൊരു തർക്കവും വേണ്ട. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ അയവുവരുത്താൻ കഴിയണം. കഴിഞ്ഞ ദിവസം ഈ BRCയുടെ നേതൃത്വത്തിൽ അവരുടെ കായികമേള ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഒപ്പം രക്ഷിതാക്കളുടെയും കായികമേള. അവരുടെ മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തണം. തങ്ങളുടെ ജീവിതം ഇത് ദൈവഹിതമാണെന്ന് കരുതി തങ്ങളുടെ ജീവിതം മുഴുവൻ അടച്ചിട്ട മുറികൾക്കുള്ളിൽ ഇരിഞ്ഞടങ്ങേണ്ടതാണെന്ന ധാരണയിൽ കഴിയേണ്ടവരല്ല രക്ഷിതാക്കൾ. ഈ രക്ഷിതാക്കൾ ഓരോരുത്തരും ഇവിടെ ആദിത്യ സുരേഷിനെ പോലെയുള്ള ആളുകളുടെ മാത്രമല്ല, ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷിതാക്കൾ അവർ നല്ല കരുത്തുള്ളവരാണ്. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ഇന്ത്യയിലെ പരമോന്നതമായ ആദരവായ സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം നേടിയപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ മികച്ച പ്രധാനമന്ത്രി രാഷ്ട്ര ബാല പുരസ്കാരം ഈ കഴിഞ്ഞ മാസം നേടിയപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ 2022 ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയപ്പോഴും ഈ വരുന്ന 26-ാം തീയതി കോഴിക്കോട് നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭിന്നശേഷി അവാർഡ് ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ അടുത്ത ദിവസം വാങ്ങാനിരിക്കുന്ന പ്രിയപ്പെട്ട ആദിത്യ സുരേഷിനെ ഇന്ന് ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ആ 2 പേരുടെ പ്രയത്നമാണ്. അപ്പോൾ അവരെയാണ് ഞാൻ ഏറെ സ്നേഹത്തോടെ ആദരിക്കുന്നത്. ഞാൻ എല്ലാ വേദിയിലും ആ മാതാപിതാക്കളാണ് ഈ മക്കളെ ഈ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത്. സുരേഷിനെ എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്ത് വന്ന് മോന് വേണ്ടി സമയം കണ്ടെത്തി ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന മോനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഒരിടത്ത് പോലും അവരൊരു വേദിയിലേക്ക് പോലും കയറുകയില്ല. അവരിങ്ങനെ മാറി പിന്നിൽ നിന്ന് മോൻ്റെ മുഖത്തെ പുഞ്ചിരി ആസ്വദിക്കുന്നത് കാണുമ്പോൾ വേദിയിലിരുന്നുകൊണ്ട് പലപ്പോഴും ഞാൻ സന്തോഷിക്കാറുണ്ട്. കാരണം അവരുടെ മുഖത്തെ ആ പുഞ്ചിരിയാണ് ആദിത്യനുള്ള അംഗീകാരങ്ങളും അവാർഡുകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ്, മിസ്പ സ്പെഷ്യൽ സ്കൂൾ മാനേജർ പാസ്റ്റർ B സജി, പ്രിൻസിപ്പൽ ശോഭ സതീഷ്, ACCOK കായംകുളം മണ്ഡലം പ്രസിഡന്റ് നാസർ പുല്ലുവളങ്ങര, അഡ്വക്കേറ്റ് മധു, സുന്ദരൻ, പ്രഭാകരൻ, Y ഷാനവാസ്, ശ്രീദേവി അന്തർജനം, ബാബു എന്നിവർ സംസാരിച്ചു. ഇതിനുശേഷം ആദിത്യ സുരേഷിന്റെ ഗാനാലാപനവും നടന്നു. 2022 സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം എന്നിവ ആദിത്യന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി അവാർഡ് ക്യാരക്ടർ ഓഫ് ദ ചൈൽഡ് ഈ വരുന്ന 26-ന് കോഴിക്കോട് നടക്കുന്ന സംഗമത്തിൽ വെച്ച് സമ്മാനിക്കും. സംഗീത മേഖലയിൽ സ്വന്തമായ ഒരു ഗാനമേള ട്രൂപ്പും ഉണ്ട്. CDN ന്യൂസ്, കായംകുളം.